ഹലോ, ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, പെൺകുട്ടികൾക്ക് ക്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന ഒരു 3-4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ചിലരാണെങ്കിൽ അവർക്ക് ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓടി ചെന്നിട്ട് പറയും, അതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല എനിക്ക് നിന്നോട് ചെറിയ ഇഷ്ടമൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയും. എന്നാൽ മറ്റു ചില പെൺകുട്ടികൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കത്തേ ഉള്ളൂ. നിങ്ങൾ ബോയ്സ് വേണമെങ്കിൽ അന്വേഷിച്ചോ കണ്ടുപിടിച്ചോ എന്താണെന്ന് വെച്ച് ചെയ്തോണം, അവരായിട്ട് ഒന്നും തുറന്നു പറയില്ല. ഇങ്ങനെ തുറന്നു പറയാതെ നടക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അവരുടെ ആ ഒരു ബിഹേവിയറിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു 4 ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് അടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടച്ചിങ്സ് ആണ്. അതായത് നിങ്ങളെ ഒന്ന് തൊടാനൊക്കെ അവരെ ശ്രമിക്കും. നിങ്ങളെ തൊടാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങളൊക്കെ അവരല്ലെങ്കിൽ ഉണ്ടാക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഷർട്ടിൽ എന്തെങ്കിലും അഴുക്കിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ഇതാ കൈ കൊണ്ട് നിങ്ങളുടെ ഷോൾഡറിലും മേത്തും ഒക്കെ തൊടും. അല്ലെങ്കിൽ ഇതെന്താ നിന്റെ മേത്തെന്തോ പൊടിയൊക്കെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ രീതി വന്നിട്ട് ഒന്ന് ഊതും. പിന്നെ നിങ്ങളുടെ മേത്ത് വീണ്ടും കൈകൊണ്ട് ഇങ്ങനെ ഒരസും. പിന്നെ സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ തമാശ പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ അവളും പറഞ്ഞിട്ട് നിങ്ങളുടെ മീശയൊക്കെ ഇങ്ങനെ പിരിച്ചു വെക്കും. എന്നിട്ട് പറയും, ഇപ്പം നിന്നെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ തമാശ എന്ന രീതിയിൽ വന്നിട്ട് നിങ്ങളുടെ മീശയിലൊക്കെ പിടിക്കും. പിന്നെ നിങ്ങളുടെ വാച്ച് കാണാൻ വേണ്ടി നല്ല രസമുണ്ട്, ഇത് ഏത് മോഡലാ, ഇത് എവിടെ നിന്ന് വാങ്ങിയതാ, ഇതിന് എത്ര റേറ്റ് ആയി, ഇത് ടച്ച് സ്ക്രീൻ ആണോ, ഈ ഒരു രീതിയിലൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് വന്നിട്ട് മനഃപൂർവ്വം നിങ്ങളുടെ കയ്യിലൊക്കെ കയറി പിടിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാച്ചിന്റെ ഒരു കാര്യം അവർക്ക് അറിയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മേത്ത് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു വാച്ചിനെ ഒരു മീഡിയേറ്റർ ആക്കി എന്നേ ഉള്ളൂ. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് മനഃപൂർവ്വം ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്നും തന്നെ നിങ്ങളുടെ ശരീരത്തൊക്കെ വന്ന് തൊടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്നത് വേറെയൊന്നുമല്ല, സോഷ്യൽ മീഡിയ എൻഗേജിങ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഒക്കെ കൊണ്ടിടുകയാണ്, അല്ലെങ്കിൽ നിങ്ങളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് റീലൊക്കെ ചെയ്യുകയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് കണ്ടിട്ട് ആ ഒരു പെൺകുട്ടി വന്നിട്ട് കുറേ അധികം കമന്റ് ഇടുന്നു, അല്ലെങ്കിൽ അതിന് ലൈക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് തന്നെ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് പറയുകയാണ്, അതാ ഇതിൽ നിന്നെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങളോട് തന്നെ പറയുകയാണ്. അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ കാണുകയാണ്, ആ കാണുന്ന സമയത്തും ഈ ഒരു പോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ വന്ന് അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി നിങ്ങളുടെ പുറകെ എപ്പോഴും ഉണ്ടെങ്കിൽ, അതിപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലാതെ നേരിട്ട് കാണുമ്പോൾ ആയിക്കോട്ടെ, എപ്പോഴും ഈ ഒരു പെൺകുട്ടി നിങ്ങളുടെ പുറകെ തന്നെ നടക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്നത് വേറെയൊന്നുമല്ല, യൂസിങ് ഇമോജീസ് ആണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ഇങ്ങനെ ഹേർട്ടിന്റെ പടമൊക്കെ അയക്കുകയാണ്. അതായത് കൂടുതലും അയക്കുന്ന ഹേർട്ട് ബേസ്ഡ് സ്റ്റിക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ ഹഗ് ചെയ്യുന്ന ആ ഒരു സ്റ്റിക്കറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉമ്മ തരുന്ന സ്റ്റിക്കറൊക്കെ അവർ അയക്കും. എന്നിട്ട് നിങ്ങളിങ്ങനെ നോക്കും, ഇതെന്താണ് ഇവളിങ്ങനെ ഉമ്മ തന്നെ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് അയച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മെസ്സേജ് സീൻ ചെയ്യുമ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് പറയും, അയ്യോടാ സോറി എൻ്റെ കൈ തെറ്റി പോകുന്നതാണ്, ഇങ്ങനെയൊക്കെ അവർ പറയും. എന്നിരുന്നാലും വീണ്ടും വീണ്ടും അവർ ഈ ഒരു ഉമ്മതിൻ്റെ സ്റ്റിക്കർ അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നത് അതെപ്പോഴും അയക്കും, ഹേർട്ടിന്റെ സ്റ്റിക്കർ അയക്കും. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി കൂടുതലായിട്ടും അയക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇനി എപ്പോഴും കെട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ ഉമ്മ തരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഹേർട്ടിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും അയക്കുന്നത് എങ്കിൽ ഒന്ന് സൂക്ഷിച്ചു, ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നത് വേറെയൊന്നുമല്ല, നിങ്ങളുടെ അപ്രൂവലാണ്. അതായത് ആ ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതായത് അവൾക്ക് ഇപ്പോൾ പുറത്തെവിടെയെങ്കിലും ഒന്ന് പോകണം, അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളോട് വന്ന് ചോദിക്കും, അതെ എനിക്ക് ഇന്ന് ഇങ്ങനെ പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട്, ഞാൻ പോകണോ, ഞാൻ പോയാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇങ്ങനെയൊക്കെ നിങ്ങളോട് വന്ന് ചോദിക്കും. ഇങ്ങനെ ഓരോ കാര്യത്തിനും നിങ്ങളുടെ ഒപ്പീനിയൻ ആ ഒരു പെൺകുട്ടി തേടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്.
അതായത് ആ ഒരു പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് വന്ന് ചോദിക്കുന്നത് വേറെ ഒന്നിനുമല്ല, നിങ്ങളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി അവളുടെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും വന്നിട്ട് നിങ്ങളോട് ഒപ്പീനിയനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ. ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ കാര്യം. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 4 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.